കേരളത്തിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് HD ക്യാമറ യൂണിറ്റ് എന്നുള്ളത് കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ ഒരു മരീചികയായിരുന്നു. എന്നാൽ കൊച്ചിയിൽ കലൂരിൽ മെഗാ മീഡിയ എന്ന സ്ഥാപനം ഒരു സമ്പൂർണ്ണ HD ക്യാമറ യൂണിറ്റായി വികസിച്ചിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്തറിയാം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള മെഗാ മീഡിയ ഫിലിംസിൻ്റെ സ്റ്റുഡിയോയിലാണ്. മെഗാ മീഡിയ സ്റ്റുഡിയോയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്യാമറകളുണ്ട്, DI പ്രൊവിഷൻസ് ഉണ്ട്. ഒരു സിനിമ തുടങ്ങി അവസാനം വരെ നിങ്ങളോടൊപ്പം ഒരു ഡിജിറ്റൽ ഫിലിം ചെയ്യാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിവുള്ള സ്റ്റുഡിയോ ആണ്. പുതിയതാണിത്. ഈ സ്റ്റുഡിയോയിൽ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്, കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മൾ ഫിലിം ക്യാമറാസിനെ കുറിച്ച് മനസ്സിലാക്കി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഡിജിറ്റൽ ക്യാമറകൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SI2K എന്ന് പറയുന്ന ക്യാമറയാണ്. സിലിക്കോൺ ഇമേജിംഗ് എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. ഇതാണ് ആൾ. ഈ ക്യാമറയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഈ സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ ജോണിനെ വിളിക്കാം. ജോൺ, എന്താണ് ഈ SI2Kക്ക് മറ്റ് ഡിജിറ്റൽ ക്യാമറകളിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം? SI2Kയിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ റോ ഫയലാണ് ഇതിനകത്ത് റെക്കോർഡാകുന്നത്. അത് കളർ വാല്യൂ കുറഞ്ഞ റോ ഫയലാണ്. അതുകൊണ്ട് കൂടുതൽ ക്വാളിറ്റിയുള്ള ഇമേജസ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആയിരിക്കും. കൈൻഡ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ്, നോട്ട് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്. കുറച്ച് ഒരു കളർ ടിൻ്റുള്ള ഒരു ഇമേജ് ആയിരിക്കും. ഇത് DL പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ കളർ വരുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കളർ ഇന്ന് ഹാർഡ് ഡിസ്കിലേക്കുള്ള റൈറ്റിങ്ങിലാണ് ഇന്ന് ക്വാളിറ്റി, റൈറ്റിങ്ങിലുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത്. ഇതിൽ കളർ കുറയുമ്പോൾ തന്നെ കുറേ ഇതിൻ്റെ ഡേറ്റ വാല്യൂ കുറയും. അതിൽ കൂടെ കൂടുതൽ ഡേറ്റ ഇതിനകത്ത് കൂടുതൽ ക്വാളിറ്റി ഇതിനകത്ത് കംപ്രസ്ഡ് അല്ലാത്ത ക്വാളിറ്റി ഇതിനകത്തിട്ട് റൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത് അൺകംപ്രസ്ഡ് ഡേറ്റ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ, കളർ കുറഞ്ഞ വാല്യൂ ഉള്ള അൺകംപ്രസ്ഡ് ഡേറ്റ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ അത് DL കൊണ്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ആക്ച്വൽ കളർ കിട്ടും. പിന്നെ ഇതിൽ അഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പോൾ നമ്മൾ ഡയറക്ടറുടെയും സിനിമാറ്റോഗ്രാഫറുടെയും മനസ്സിലുള്ള യഥാർത്ഥ കളർ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് റെക്കോർഡ് ചെയ്ത് വെക്കാനും പറ്റും. ഇത് ഈ മോണിറ്റർ കാലിബ്രേറ്റഡ് മോണിറ്ററാണ്. ഇതിൻ്റെ കളർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ DI അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ടർ ഇഷ്ടത്തിന് ഇതിൽ കളർ ഡിഫറെൻറ്റ് ചെയ്യാൻ പറ്റും, റെഫറൻസിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ആ സെയിം കളർ ഇതിനകത്ത് സേവ് ആവുകയും അത് DL ചെല്ലുമ്പോൾ അത് കാണാൻ പറ്റുകയും ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓൾമോസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുക. പക്ഷേ ഡയറക്ടർക്ക് വേണ്ട ടോൺ എന്താണെന്നുള്ളതിൻ്റെ റെഫറൻസ് നമുക്ക് ഇതിൽ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് DI ചെയ്യുന്ന ടെക്നീഷ്യന് അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് അയാൾക്ക് കളർ റെഫറൻസ് ആയിട്ട് കാണാൻ പറ്റും. വേണമെങ്കിൽ അത് തന്നെ അയാൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അത് ഇംപ്രൂവൈസ് ചെയ്യാം. കാരണം ആ മൂഡ്, ക്യാമറാമാൻ്റെയും ആ ഡയറക്ടറെയും മനസ്സിലുള്ള ആ മൂഡ് ഇതിലുള്ള ഓപ്പറേഷനിൽ കൂടെ ഇത് നമുക്ക് കളർ ഡിസൈൻ ചെയ്ത് അങ്ങനെ വെക്കാൻ സാധിക്കും. പിന്നെ ഇതിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് കേട്ടത്, സാധാരണ DI ഡിജിറ്റൽ ക്യാമറകൾ ഡിസ്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലേ? ഡിസ്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ ഹാർഡ് ഡിസ്കിലാണ്. ഇതിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇതിൽ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി എന്നുള്ളതാണ്. ഇപ്പോൾ ലൈക്ക് ഇത് വെള്ളത്തിൽ വീണാലോ അല്ലെങ്കിൽ താഴെ വീണാലോ, ലൈക്ക് നമ്മുടെ ക്യാമറയിലുള്ള ചിപ്പ് പോലെ വലിയ സാധനം, 1/2 TB ഉള്ള 1/2 TB 500 GB ഹാർഡ് ഡിസ്ക്കാണ്. ഇതാണ് ആ ഹാർഡ് ഡിസ്ക്. അത് ഹാർഡ് ഡിസ്ക് അല്ല, സോളിഡ് സ്റ്റേറ്റ് മെമ്മറി. സോ ഇതിൽ ഡാമേജ് ഒരിക്കലും ആവില്ല, വെള്ളത്തിൽ പോയാലോ അങ്ങനെ ഡാമേജ് ആവില്ല. ഇതിനകത്ത് മൂവിങ് എക്വിപ്മെൻറ്റ്സ് ഇല്ല. ഇത് ലൈക്ക് മെമ്മറി ചിപ്സ്. ഇതിൽ 1/2 TB എന്ന് വെച്ചാൽ 500 GB ആണ് ഇതിനകത്ത് 40 മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഒറ്റ ടൈമിൽ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഫയൽ സേഫ്റ്റിയാണ്. കാരണം ഇതിനകത്ത് മൂവിങ് പാർട്ട് ഇല്ലാത്ത കാരണം ഇതൊരിക്കലും ഡേറ്റ ലോസ് വരില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രൂപുട്ട് സ്പീഡ്, റൈറ്റിംഗ് സ്പീഡ് 10 times ഹയർ ദാൻ ഹാർഡ് ഡിസ്ക്. സോ ഈ റിയൽ ടൈമായിട്ട് 2K ഫയൽ റൈറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇതിലുണ്ട്. പിന്നെ ഇതിലുള്ള മറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഫിലിം ക്യാമറ മോഡ് ദേ ഹാവ് മെയ്ഡ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മീറ്റർ സ്കെയില്, ഇത് ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീനാണ്. എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ്? ഇതിൻ്റെ ആക്ച്വലി 8 കൺട്രോൾസ് ആണ് ഇതിനുള്ള. ഓരോ കോർണറിലും ഓരോ കൺട്രോൾസ്. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ദിസ് ഈസ് ഫോർ എക്സ്പോഷർ ബേസിക്കലി. ഇത് എക്സ്പോഷർ മീറ്ററാണ്. ഇത് റെഡിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ ഹൈലൈറ്റ് വാല്യൂ നിയർ ടു വൈറ്റ് ആവുകയാണ്. ഇതാണ് ഇതിൻ്റെ എക്സ്പോഷർ മീറ്റർ. അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമും ഉണ്ട്. ഹിസ്റ്റോഗ്രാമിൽ ക്യാമറാമാർക്ക് മനസ്സിലാവും അതിൻ്റെ വാല്യൂ എവിടെ നിൽക്കണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ റെഫറൻസ് കൂടെ ഉണ്ട്.
ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഈ ക്യാമറയിൽ ഔട്ട് ഓഫ് ഫോക്കസ് വരാൻ വളരെ ചാൻസ് കുറവാണ്. 4 വഴി കൂടി ഇത് ഫോക്കസ് ചെയ്യാം. ഒന്ന് നോർമലായിട്ട് നമുക്ക് വിഷ്വലി ഫോക്കസ് ചെയ്യാം, ലൈക്ക് എല്ലാ ക്യാമറാമാൻ ചെയ്യുന്നത് പോലെ തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ രണ്ടാമതൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് മീറ്റർ എന്നുണ്ട്. ഇത് അറൗണ്ട് 20 ടൈംസ് സൂം ചെയ്ത ഇമേജാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ വെച്ച് സ്പോട്ട് മീറ്റർ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് സൂം ചെയ്ത ഫോമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പോട്ട് മീറ്റർ ഓഫ് ചെയ്ത് ഇത് സൂം ചെയ്ത് വേണേൽ പിന്നെ ഇവിടുന്ന് ഫുൾ ഇമേജ് സൂം ചെയ്തും ഫോക്കസ് എടുക്കാം. ഈ സീബ്ര ലൈൻസ് ഇത് ഫോക്കസ് ഔട്ട് ആവുകയാണെങ്കിൽ ഇത് ലൈൻസ് എല്ലാം ഇങ്ങനെ കട്ടാവുന്ന കാണാം. വെൻ ഇറ്റ് ഈസ് ഫോക്കസ് ഇൻ, ഈ ലൈൻസ് എല്ലാം അപ്പിയർ ആവും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ ഏരിയയിലൊക്കെ ഫോക്കസ് ഉണ്ടാകും. പിന്നെ കളറിൻ്റെ വ്യത്യാസം എങ്ങനെയാണ്? ഇത് റോ ഫയൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് റെക്കോർഡ് ആവുന്നത് ഇത് കളർ ഇല്ലാതാണ്. ഇത് ഈ ഫോമിലാണ് റെക്കോർഡ് ആവുന്നത്. ഇതിങ്ങനെ ക്യാമറ നമ്മൾ എന്തൊക്കെ കളർ കറക്ഷൻ ഈ ക്യാമറയിൽ ചെയ്താലും ഇത് റോ ഫയലും കളറില്ലാതെ റെക്കോർഡ് ആവുള്ളൂ. നമ്മൾ ഇതിനകത്ത് കളർ കറക്ഷനായിട്ട് റെഫറൻസിന് വേണ്ടി കളർ കറക്ഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഇതും ഇതിന് ഫയലിനെ ബാധിക്കില്ല. ഇത് എന്ത് ചെയ്താലും റോ ആയിട്ട് റെക്കോർഡ് ആവും. ഈ ക്യാമറയിലുള്ള LUT എന്ന് പറയുന്ന ലുക്കപ്പ് ടേബിൾ അത് ഇട്ടുകൊണ്ടാണ് ഈ കളർ വരുന്നത്. ഇത് ജസ്റ്റ് റെഫറൻസിന് ക്യാമറാമാന് കാണാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഡയറക്ടർ കാണാൻ വേണ്ടി മാത്രം കളർന്ന് ഇതില്ലാതെയാണ് റെക്കോർഡ് ആവുന്നത്. ഇത് നമ്മൾ DIയിലാണ് ഇടുന്നത്. DI പ്രോസസ്സിലാണ് ഈ ലട്ട് ഇടുന്നത്. അപ്പോഴാണ് നമ്മൾ ആക്ച്വൽ കളർ കാണുന്നത്. പിന്നെ ഈ ഗ്രാബ് ഫ്രെയിം എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഗ്രാബ് ഫ്രെയിം എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഷോട്ടിൽ എന്താണ് ഇപ്പോൾ ഒരു സ്നാപ്ഷോട്ട് ഇങ്ങനെ പ്രീവിയസ് ഷോട്ടിൽ എടുത്ത് ഫ്രെയിം ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്ഷോട്ടായിട്ട് സേവ് ചെയ്യും. അത് നമ്മൾ അടുത്ത ഷോട്ടിൽ വരുമ്പം ആ റെഫറൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് റീകോൾ ചെയ്യും. അത് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒനിയൻ സ്കിന്നായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ക്യാമറ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് ആ കറക്റ്റ് ഇമേജ് കൊണ്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഷോട്ടിൽ അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം എടുത്തതിൽ ഇങ്ങനെയായിരുന്നു എന്ന് അറിയാം. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ ഫ്രെയിംസ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് റീകോൾ ചെയ്തിട്ട് ഒരു ഫുൾ ഫ്രെയിമിൽ ഒരു 1000 ഫ്രെയിംസ് ആണെങ്കിലും 1000 റെഫറൻസ് ഫ്രെയിംസ് നമുക്ക് സ്റ്റോർ ചെയ്തിടണമെങ്കിലും എപ്പം വേണം റീകോൾ ചെയ്തിട്ട് അത് മാച്ച് ചെയ്യുമോ, അതിൻ്റെ ലൈറ്റ് മാച്ച് ചെയ്യുമോ, അതിൻ്റെ പൊസിഷൻ മാച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ കളർ വാട്ട് എവർ ദ മൂഡ് യു വാണ്ട് ടു മാച്ച്. സപ്പോസ് 5 o'clock ഷോട്ട് എടുത്തു, നെക്സ്റ്റ് ഡേ 5:30 ആ ഷോട്ട് വരുന്നത്, അതുമായിട്ടൊന്ന് മാച്ച് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫയൽ നമുക്ക് റീകോൾ ചെയ്തിട്ട് പ്ലേ ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് ഏത് ഫയലും നമുക്ക് പ്ലേ ചെയ്ത് അപ്പോൾ കാണാനും പറ്റും. ഒരു സീനിനെ നമ്മളൊരു 30 ഷോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തലേ ദിവസം ഒരു 25ാമത്തെ ഷോട്ട് എടുത്തിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 26ാമത്തെ ഷോട്ടാണെങ്കിൽ 25ാമത്തെ ഷോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ റീകോൾ ചെയ്യാം ആ ഷോട്ട്.